ബൈ ദ വേ, ഈ ഒരു വീഡിയോ ഇന്നൊക്കെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ട് ആരും കാണും. ഇത് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എൻ്റെതായ രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. Hope you all are doing good and guys, welcome to Get Ready With Me വീഡിയോ. പക്ഷേ ഈ ഒരു Get Ready With Meയിൽ ഞാൻ ഫുള്ള് ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. അത് മാത്രമല്ല ഞാൻ ഓൾമോസ്റ്റ് കുറേ ഷീഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സും ഞാൻ വാങ്ങിച്ച കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് സം വെരി ഗുഡ് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് ആൻഡ് അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ എനിക്ക് എന്തായാലും ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാനുണ്ട്. പിന്നെ ഒരു പുതിയ പാട്ട് കണ്ടപ്പം അതിലെനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഇങ്ങനെ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു. സോ ഫസ്റ്റ് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇവിടെ കിടത്തിയൊക്കെ വെച്ചിരിക്കുന്നത്. സോ ഞാൻ അതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇട്ട് നോക്കുന്നത്. സോ എനിക്കറിയില്ല അതിൻ്റെ ഫിറ്റിങ് എങ്ങനെയാണെന്നൊക്കെ. ഉമ്മച്ചി കുറച്ച് ഓൾട്ടർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഓൾട്ടർ ചെയ്തെടുത്തുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ഇട്ടോക്കട്ടെ. ഗൈസ്, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഒരു ഫുള്ളി നമ്മളൊരു ബ്രൗൺ കളറിലാണ് ഫുള്ള് ഉള്ളത്. അതെ, ഒരു ഈ ക്ലോത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഫെൻഡി ഓർഗൻസ അല്ല, ആ പേര് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. പരിപാടികളിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം മുടി ഒന്ന് കെട്ടി വെക്കട്ടെ, അല്ലെങ്കിൽ മൊത്തം മുടിയായിരിക്കും. സോ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ മേക്കപ്പ് ചെയ്യണത് കേട്ടോ. സോ ചില സാധനങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യും, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ യു ഗൈസ് അബൌട്ട് ഇറ്റ്. കാരണം ഇപ്പം എനിക്ക് അതൊക്കെ ഇട്ടിട്ട് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ വേസ്റ്റ് ആക്കല്ലേ. എനിക്ക് പൊതുവേ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കണ ഷോൾ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഷോൾ എപ്പോഴും ഒതുങ്ങി നിൽക്കണം. അതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എൻ്റെ സാമഗ്രികൾ എടുത്തിക്കുന്നത് ഇതല്ല, വേറൊരു സാധനത്തിലും പിന്നെ ഷീഗ്ലാമിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ എടുത്തിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഈ മോയ്സ്ചറിന് ഇത് കഴിഞ്ഞതാണ്. ഈ ബോട്ടിൽ ഇല്ല, സാധനം ഇല്ല. നമുക്ക് നോക്കാം ഈ സാധനം ഉണ്ടോ. ഇല്ല, ഇതാണ് അവസാനമായിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ഫേസിൽ ഇട്ട് കൊടുക്കാം. ഇത് ഹൈഫൻ കേക്ക് ഉണ്ടോ? ഓക്കെ, ഇത് ഹൈഫൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. സോ ഐ വാസ് ലൈക്ക് മോയ്സ്ചറൈസർ തീർന്നപ്പോൾ ഞാൻ എപ്പോഴും പോൺസിൻ്റെ ആണല്ലോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓ വാവ്, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് ഡ്രൈ സ്കിൻ അല്ലാത്തവർക്കും ഇവരെ പ്രോഡക്റ്റ് ഉണ്ട്. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിൻ്റെതാണ്. ഇഫ് യു ഹാവ് നോർമൽ ടു ഡ്രൈ സ്കിൻ, ഇടയ്ക്ക് ഒരുമാതിരി വൃത്തികെട്ട ഡ്രൈ ആവലും അങ്ങനത്തെ ഒരു കളിയാണ് നിങ്ങളെ എന്താ പറയുക ഫേസിനുണ്ടെങ്കിൽ ട്രൈ ദിസ്. നിങ്ങൾക്ക് ഇഷ്ടമാവും. പുറത്തൊക്കെ പോകാനൊക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസറിൻ്റെ കൂടെ കുറച്ച് സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കുക, നമ്മളൊരു സേഫ്റ്റിക്ക്, വേറെ ഒന്നുമില്ല. അടുത്തതായിട്ടുള്ളതാണ് ഈ ഷീഗ്ലാമിൻ്റെ ഒരു പ്രൈമർ. ഇത് ഷീഗ്ലാമിൻ്റെ പ്രൈമറാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള വേറൊരു പ്രൈമറും കൂടെ ഉണ്ട്. സ്വിസ് ബ്യൂട്ടി ആണോ മാൾസ് ആണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു കുഞ്ഞ് സാമ്പിൾ എനിക്ക് കിട്ടിയതിന് സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു സാധനം. ദിസ് ഈസ് വെരി നൈസ്. ഒരു മാറ്റ്, നമ്മൾ സ്കിന്നൊന്ന് മാറ്റ് ആക്കും. ഓയിലി സ്കിന്നുള്ളവർക്കോ എന്താ പറയുക പോഴ്സ് ഇല്ല, കുഞ്ഞു കുയ്യൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഡു ട്രൈ ദിസ്. അടിപൊളി സാധനമാണ് ഇത്. പിന്നെ നല്ലോണം ഹൈഡ്രേറ്റ് ആക്കും നമ്മുടെ ഫേസിനെ. പോലത്തെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്തൊക്കെ. ഇത് ഷീഗ്ലാമിൻ്റെ നല്ലോണം ഹൈഡ്രേറ്റ് ആക്കും നമ്മുടെ ഫേസ്. ഹൈഡ്രേറ്റ് ആക്കിയിട്ട് മേക്കപ്പ് ഇടുമ്പോൾ ഭയങ്കര ഗ്രിപ്പ് തരും. അപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു സാധനമാണ്. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ മാറ്റിഫൈങ് മേക്കപ്പ് പ്രൈമറാണ്. ഇത് എനിക്ക് സാമ്പിൾ കിട്ടിയതാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇതിന് ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി എൻ്റെ ഫേസിന് ഇത് ആവശ്യമില്ല, പക്ഷേ ദിസ് ഇസ് നൈസ്. കണ്ടോ, ഞെട്ടിക്കണ് നിങ്ങൾ കാണുന്നുണ്ടോ? കാണൂല, കാരണം അങ്ങനത്തെ ഒരു കളറാണ്. ബൈ ദ വേ, അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷീഗ്ലാമിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ലിങ്ക് കൊടുക്കുക. അല്ലാണ്ട് ടാഗ് ചെയ്യാൻ പറ്റുന്നൊക്കെ മാക്സിമം ഞാൻ സൈഡിലൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനി കമ്മിങ് ടു ദ കൺസീലേഴ്സ്. ഞാനെന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് വളരെ ഉപയോഗിക്കലില്ല. ഞാൻ ഫൗണ്ടേഷൻസ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, കാരണം എനിക്ക് എപ്പോഴും ഫൗണ്ടേഷൻസ് സ്കിന്നിൽ കുറച്ച് ഹെവി ആയി തോന്നും. എനിക്ക് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. ഒന്നാമത്തെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇട്ടാൽ കുറച്ച് മേ ബി അധികം കേക്കി ആയി ഫീൽ ചെയ്യും. സോ ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻസിന് പകരം കൺസീലർ യൂസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെയിൻ കൺസീലറാണ് ഈ മാൾസിൻ്റെ കൺസീലർ. പിന്നെ സ്വിസ് ബ്യൂട്ടിൻ്റെത് ഈ മാൾസിൻ്റെ തന്നെ ഈ ഒരു കൺസീലർ. ഇതൊക്കെ അഫോർഡബിൾ റേഞ്ചിൽ അടിപൊളിയായിട്ടുള്ള കൺസീലറാണ്. ദിസ് ഈസ് വെരി അഫോർഡബിൾ. ഇത് SPF കൂടെ വരുന്നുണ്ട്.
നല്ല കൺസീലറാണ് കേട്ടോ. ഇതിൽ എൻ്റെ ഷെയ്ഡ് 6006 ആണ്. ഈ കൺസീലർ പറഞ്ഞാൽ ഇത് മാഴ്സിൻ്റെ ആണ്. ദിസ് ഈസ് ഓൾസോ അഫോർഡബിൾ, ബട്ട് ഇത് കുറച്ചുകൂടെ ഹൈ കവറേജ് തരും. അത്രക്ക് അങ്ങോട്ട് ബ്രീത്തബിൾ അല്ല. ഇതാണ് എനിക്ക് ഒന്നുകൂടി എൻ്റെ സ്കിന്നിന് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ വെരി നൈസ്. ഇത് നമ്മളെ സ്വിസ് ബ്യൂട്ടീൻ്റെ ലിക്വിഡ് കൺസീലർ ആണ്. ദിസ് ഈസ് ഓൾസോ വെരി നൈസ്. നിങ്ങൾക്ക് അഫോർഡബിൾ കൺസീലേഴ്സ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ഓൾ. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള നമ്മളെ ഷീഗ്ലാമിൻ്റെ കൺസീലറാണ്. ഇത് നമ്മൾ അണ്ടർ ഐനൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യല്. ഇത് ചില ടൈമിൽ എനിക്ക് ഷെയ്ഡ് ഓക്കെ ആയിരിക്കും, ചില ടൈമിൽ എനിക്ക് ഫേസ് ടാനൊക്കെ ആകുമ്പോൾ ഈ ഒരു ഷെയ്ഡ് പോലും ഈ ഒരു ഷെയ്ഡ് എനിക്ക് മാച്ച് ആവില്ല. ഇത് എൻ്റെ സ്കിന്നിനേക്കാൾ ഒരു ടിപ്പ് ബ്രൈറ്റർ ആയിരിക്കും, ഒരു സ്റ്റെപ്പ് ഇട്ടാം. പക്ഷേ ചില ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ ഈ സാധനം ഡാർക്കായി നിൽക്കും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ദിസ് ഈസ് ഫൈൻ. അപ്പം ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യുക. അല്ലാണ്ട് ഇന്നെപ്പോലെ അല്ലാണ്ട് അങ്ങോട്ട് ഹൈഡ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണെങ്കിൽ അല്ലാണ്ട് അതിനെ പണിയെടുത്ത് കൊളാക്കണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ചിലത് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്തിട്ട് മര്യാദക്കായിട്ടില്ലെങ്കിൽ ഒരു ഗ്രേ കളറിലൊക്കെ നമ്മുടെ സ്കിന്നിൽ വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് ആൾക്കാർ എനിക്ക് അറിഞ്ഞാലും കുഴപ്പമില്ല, മുഖം വൃത്തികേടായി നിൽക്കരുത് കരുതിയിട്ട് ഞാൻ അധികം ഡാർക്ക് സർക്കിൾസ് കളർ കളക്ടറൊന്നും വെച്ചിട്ട് ഹൈഡ് ചെയ്യലില്ല. എനിക്കപ്പം ജസ്റ്റ് ഒന്ന് കൺസീലർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ സാധനമാണ്, ഞാൻ മേടിച്ചിട്ടുള്ള പുതിയ സാധനമാണ്. ഇത് നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ 24 hours ടിൻറ്റഡ് സെറമാണ്. നമ്മളൊരു ടിൻറ്റഡ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയാം, പക്ഷേ ദിസ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ്. സോ ഫൗണ്ടേഷൻസും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡു ട്രൈ ദിസ്. വലിയ കവറേജ് ഒന്നും ഞാൻ പറയില്ല, ബിക്കോസ് ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ്. ഇതിൽ ഹിലറോണിക് ആസിഡ് വരുന്നുണ്ട് 1%. സോ ദ തിങ് ഈസ്, ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 23 ലൈറ്റ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര് കാണുന്നത്. ദിസ് ഈസ് വെരി ഗുഡ്. നിങ്ങൾക്ക് ഇന്നെപ്പോലത്തെ ഒരാളാണെങ്കിൽ ഡു ട്രൈ ദിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാധനം. നമ്മൾ സെറം പോലെ നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റും. വെരി ലൈറ്റ് വെയ്റ്റ്, നല്ല സുഖമാണ് ഇടാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു സാധനം. എനിക്ക് മേടിച്ചിട്ട് സാധാരണ എനിക്കിങ്ങനെ ഇതിനൊരു 800 സംതിങ് 700 സംതിങ് ആയിരുന്നു ഞാൻ നൈക്കിൻ്റെ പിങ്ക് സൈഡിൽ മേടിച്ചപ്പോൾ. അല്ലാത്ത ടൈമിന് ഐ ഗസ് ദിസ് ഹാവ് ലൈക്ക് 999 എന്തോ റേറ്റ് ഉണ്ട് തോന്നുന്നു. കണ്ടോ, വെരി ഈസി ടു ബ്ലെൻഡ്. നമുക്ക് ആ ഒരു ഓക്കെ എന്തെങ്കിലുമൊക്കെ ഫേസിൽ ഉണ്ട്, പക്ഷെ ഓവർ ഇതുപോലെയാണോ അങ്ങനെയല്ല. കണ്ടോ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഐ റിയലി ലവ് ദിസ്. എനിക്കിപ്പോൾ അടുത്ത് ഞാൻ മേടിച്ചതിൽ ഏറ്റവും ഞാൻ എന്തുകൊണ്ട് നേരത്തെ വാങ്ങിയില്ല എന്ന് തോന്നിയൊരു സാധനം ഇതാണ്. സോ നിങ്ങൾ ഇങ്ങനത്തെ സാധനമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡു ട്രൈ ദിസ്. അടിപൊളി. കണ്ടോ, ഇപ്പം എൻ്റെ ഫേസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ് നമുക്ക് കിട്ടുക. എൻ്റെ ഫേസിൽ അങ്ങനെ മെയിൻലി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ല. ഉള്ളത് ഈ ഒരു സംഭവങ്ങൾ കണ്ടില്ലേ, നെറ്റ് വേറെ കളറാണ്, ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അണിവൻ സ്കിൻ ടോൺ ഉണ്ട്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ വല്ലാണ്ട് പിമ്പിൾസിൻ്റെ മാർക്സോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അത് പിന്നെ ഞാൻ കുറച്ചൊന്നും ഞാൻ കാര്യമാക്കലില്ല, അതാണ് സത്യം. കുറേയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു പ്രശ്നമാവുള്ളൂ. ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാവരും സ്കിന്നിലും ഉണ്ടാവണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈൻഡ് ആക്കലില്ല. ഐ ഷാഡോ പാലറ്റ് ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. അതിൻ്റെ അതിൻ്റെ സ്വിസ് ബ്യൂട്ടിൻ്റെ ഒരു സാധനം, പക്ഷെ അതിൻ്റെ ഒന്നും ഷെയ്ഡ് എനിക്ക് നോക്കി വാങ്ങാൻ കുറേ മുന്നേ മേടിച്ചതാണ്. ഇത് പിന്നെ ഞാൻ ഇപ്പോൾ അടുത്ത് ഷീഗ്ലാം എന്ന് മേടിച്ചത്. ഇതിൽ 4 ഷെയ്ഡും ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് 4 ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗ്ലിറ്റർ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. ഏതോ ബംഗാളിയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഷീഗ്ലാമിൻ്റെ ഐ ഷാഡോ പാലറ്റ് ഈസ് വെരി നൈസ്. പക്ഷേ ഈ സെയിം സാധനം നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല തോന്നുന്നു. സോ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു സാധനമുണ്ട്, വേറെ 4 വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ വെച്ചിക്കണത്. പക്ഷെ ആ സാധനത്തിൻ്റെ ഈ 2 ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സിലോ, ഇത് റെക്റ്റാങ്കിൾ ബോക്സും അതൊരു സ്ക്വയർ ബോക്സിലായിട്ടുള്ള ഒരു സാധനം അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതിൽ സെയിം ഷെയ്ഡ്സ് ആണ് കണ്ടിട്ട് അതിലും. സോ ഐ ജസ്റ്റ് ഗിവ് യു ദ ലിങ്ക് ഓഫ് ദാറ്റ്. ഇത് ടിറ ബ്യൂട്ടിയിൽ മാത്രമേ ഷീഗ്ലാമിൻ്റെ ഒറിജിനൽ പ്രോഡക്ട്സ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. കുറേ ഡ്യൂപ്പ് ഉണ്ട് ഈ സാധനത്തിൻ്റെ ഒക്കെ കുറേ ഡ്യൂപ്പ് ഉണ്ട്. സോ അങ്ങനെ ഷീഗ്ലാമിൻ്റെ ഒന്ന് കരുതി വാങ്ങണ്ട, അത് മിക്കവാറും ഡ്യൂപ്പായിരിക്കും. കാരണം ഈ സെയിം പേരിൽ തന്നെ കുറേ ലോക്കൽ പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട്. സോ ടിറയിൽ മാത്രം മേടിക്കുക ഷീഗ്ലാം. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുമായിരിക്കും. പക്ഷേ ടിറയിൽ ഇപ്പം നിങ്ങൾ ടിറയിൽ മേടിച്ചു. കണ്ണടച്ചിട്ട് ഇതാണ് നമ്മളെ സാധനം. നമുക്ക് ഐശ്വര്യയുടെ വല്ലാണ്ട് അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുള്ളൂ.
ഓ വെയിറ്റ് ഈ സാധനം ഞാൻ ഇടാൻ മറന്നതാണ്. ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എടുത്ത സാധനമാണിത്. എന്നോട് കുറേ പേര് ഇതിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ്, നല്ല സാധനമാണ്. നമ്മൾ ഞാൻ നേരത്തെ ഒരു പ്രൈമർ ഇട്ടില്ല, അതിന് പകരമൊക്കെ ഇത് കുറച്ചൊക്കെ ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസിൽ ഭയങ്കര ഗ്ലോ കിട്ടും. സോ ഇറ്റ്സ് വെരി നൈസ്. ഇത് 2-3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് 01 നാച്ചുറൽ ടിൻ്റാണ്. കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് അടിപൊളിയാണ്. ഇത് വാങ്ങണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഡു ട്രൈ ദിസ്, ഇറ്റ്സ് നൈസ്. എനിക്കിഷ്ടപ്പെട്ടു. ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് തിങ്. ഇനി കണ്ണെഴുതി കൊടുക്കുക. ഈ കണ്ണെഴുതലില്ലേ എനിക്ക് കുറേ കമൻറ്റ് ബോക്സ് ഒരു കുറേ ആൾക്കാർ ഞാൻ കണ്ണെഴുതിയാൽ പറയും. എനിക്ക് മെയിൻലി കണ്ണെഴുതാൻ അറിയില്ല, മറ്റു കണ്ണെഴുതാൻ അറിയില്ല. എൻ്റെ കണ്ണ് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ കണ്ണ് കുറച്ച് ഉള്ളുക്കാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, കണ്ണാടുണ്ട് തന്നെ അറിയില്ല, അങ്ങനത്തെ ഒരു കണ്ണാണ് എൻ്റെത്. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹൂഡഡ് ഐസ് ആണ് കുറച്ച്. അപ്പം ഞാൻ ഫുള്ളായിട്ട് കണ്ണെഴുതുമ്പോൾ പറയും അത് കണ്ണെഴുതിയിട്ട് ഇത്താക്ക് ഭംഗിയില്ല. സോ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് വാലിടാൻ തുടങ്ങി. അപ്പോൾ കുറച്ചൊക്കെ പറയും കണ്ണെഴുതാത്താണ് ഭംഗി. പക്ഷെ കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല, കണ്ണെഴുതാൻ ബാക്കി മേക്കപ്പ് ഒക്കെ ഇട്ടാൽ ഓൾറെഡി കുറച്ച് ക്ഷീണിച്ച കണ്ണുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കണ്ണും കൂടെ എഴുതിയിട്ടില്ലെങ്കിൽ ഓർക്കത്തുനിന്ന് എത്ര മേക്കപ്പ് ചെയ്താലും ആ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടൂല. സോ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കാം. എപ്പോഴും ഞാൻ കണ്ണെഴുതിയാൽ കമൻറ്റ് ബോക്സിൽ കുറച്ച് 2-3 കമൻറ്റെങ്കിലും ഉണ്ടാവും എൻ്റെ ഐലൈനറിനെ പറ്റിയിട്ട്. കുഴപ്പമില്ല, ചെറിയ മക്കൾക്ക് ഇട്ട് കൊടുക്കണ ഒരു വാല് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇങ്ങനൊരു വാല്, ഇങ്ങനൊരു വാല്, രണ്ട് ടൈപ്പ് വാലായിക്കണം. അപ്പം ബ്ലഷായിട്ട് എൻ്റെ കയ്യിൽ ഈ ഷീഗ്ലാമിൻ്റെ ഈ ഒരു സാധനം ഉണ്ട്, പിന്നെ ഈ ഒരു സാധനം ഉണ്ട്, പിന്നെ മാഴ്സിൻ്റെ ഈ ഒരു സാധനം ഉണ്ട്. ലുക്കിംഗ് ഫോർ സംതിങ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടിൻ്റാണ് നോക്കുന്നുണ്ടെങ്കിൽ, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. മാഴ്സിൻ്റെ ഷെയ്ഡ് 04. വേറെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ദിസ് ഇസ് നൈസ്. ഒരു 200 റേഞ്ചിൽ വാങ്ങാൻ പറ്റും. ഇതാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ ഇൻ 500, ഓഫർ ഉണ്ടെങ്കിൽ 400 റേഞ്ചിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് ഷീഗ്ലാമിൻ്റെ ഷെയ്ഡ് റിയൽ ഡീൽ. I don't know if this is available in India, but this is very cute ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് നാട്ടിൽ ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും, 500-600 റേഞ്ച് തന്നെ ആയിരിക്കും നാട്ടിലുണ്ടെങ്കിലും. ബിക്കോസ് ഷിഗ്ലാമിൻ്റെ എല്ലാ പ്രോഡക്ട്സിനും ആ ഒരു റേഞ്ചാണ് നോർമലി. സോ ഇതിൻ്റെ ഷെയ്ഡ് ഡിലൈറ്റ് എന്നാണ്. ഞാൻ ഷെയ്ഡ് നോക്കാണ്ട് മേടിച്ചതായിരുന്നു. കാരണം ഞാൻ പറയാം എനിക്ക് ഇപ്പം കൊടുത്തയച്ചതല്ലേ, ഞാൻ ഷെയ്ഡ് നോക്കിയില്ല. പക്ഷെ ഭയങ്കര എറിച്ച് നിൽക്കുന്ന ഒരു പിങ്കാണിത്, തുറക്കാൻ കിട്ടൂല. പിന്നെ ഹൈലൈറ്റർ ആയിട്ട് ഈ ഷീഗ്ലാമിൻ്റെ തന്നെ ഈ ഒരു സാധനവും പിന്നെ ഈ ഒരു സാധനമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നേരത്തെ കണ്ടതിൻ്റെ ലിക്വിഡാണ്, പക്ഷെ ഇത് ലിക്വിഡ് അല്ല. സോ ഐ എം കൺഫ്യൂസ്ഡ് വിച്ച് വൺ ടു ഗോ. അറിയില്ല, പക്ഷെ ഇത് ഞാൻ കാണിച്ചു തരാം. അയ്യോ കണ്ടോ, ഭയങ്കര ഇത് ആക്ച്വലി ഇങ്ങനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടതാണ്, തൊട്ടാൽ ഇങ്ങനെ ഭയങ്കര കേക്ക് ആയിട്ടുള്ള സംഭവം തോന്നുന്നു. ഓക്കെ, ഇത് ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നല്ലോണം ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ. ഇത്ര നിങ്ങൾ ഇടണ്ട, ബിക്കോസ് ഞാനിത് ഈ പോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല കോമഡി ആയിരിക്കും. ഞാനിത് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓവറാക്കി ഇടുന്നത്. നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെയാണ് ഇടാനുള്ളത്. ലിപ്സ്റ്റിക് ആക്ച്വലി ഐ എം കൺഫ്യൂസ്ഡ് വിച്ച് വൺ ടു ഗോ. ഇത് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട്, ബട്ട് പിന്നെ ഈ ഒരു ഇത് ഭയങ്കര ബ്രൗൺ ഷെയ്ഡാണ്. ഇത് നമ്മുടെ മാഴ്സിൻ്റെ കോറസ് ഗേൾ ഉണ്ട്. പിന്നെ അതൊന്നും അല്ലാണ്ട് വേറെ ഏത് ഇടും. കുറച്ച് കാലമായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. അപ്പം ഇത് കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ്. പാലസിൻ്റെ 09 പിങ്ക് ഷുഗർ ഷെയ്ഡിൻ്റെ പേരാട്ടെ ഞാൻ പറഞ്ഞേ. ടാഗ് ചെയ്ത് കിടക്കാം. ഇത് അഫോർഡബിൾ ആയില്ലേ, ഗല്ലങ്ങളൊക്കെ കാണാൻ ഞങ്ങളെ വിചാരിക്കും എന്തായാലും സംഭവം ശല്ല. ഇട്ട് വന്നപ്പോൾ എൻ്റെ ചുണ്ടുമൊക്കെ ഈ ഒരു കളർ ഇട്ട് വന്നപ്പോൾ ഒരു ചുവപ്പ്. മണി 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 മായ പൊന്മാനി. കഴിഞ്ഞോ? ബൈ ദ ബൈ, വേണമെങ്കിൽ കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക്. ഞാൻ യൂസ് ചെയ്യുന്ന മെബലൈൻ്റെ മസ്കാരയാണ്. സംഭവം അടിപൊളി മസ്കാരയാണ്, പക്ഷെ കണ്ടു വന്ന് പോകാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ ഷീഗ്ലാമിൻ്റെ പുതിയ മസ്കാര ഓർഡർ ചെയ്തിരിക്കണം. പക്ഷെ വരുമ്പോൾ കൊണ്ടുവരും. അത് അരക്കും മസ്കാര അടിപൊളിയാന്ന് പറഞ്ഞു. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്, ഞാൻ മസ്കാരനെ ഐലൈനറിനെ പറ്റിയതൊക്കെ അങ്ങോട്ട് ആലോചിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ജസ്റ്റ് ഹെയർ കോംബ് ചെയ്യണം, ഒരു കമ്മൽ എടുത്തിട്ടിടണം. ഇതുകൂടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കും. ഇത് മറ്റേ പൊന്നാട് ഇളിച്ച ഈ ഒരു
സാധനം. ഓക്കെ, നമുക്ക് ഇനി ഇതാണ് ഡ്രസ്സ്. ഞാനേ 2 ദിവസം മുന്നെയാണ് ഹെയർ കണ്ടീഷണർ ഇട്ടിട്ട്, അപ്പോൾ ആകെ പാറിയിരിക്കണം. ഒന്ന് ഇതാക്കി വൃത്തിയാക്കണം. മേക്കപ്പ് വലിയ കുഴപ്പമില്ല, കുറച്ച് ഭയങ്കര ഓവറായിട്ടൊന്നുമില്ല. ഞാൻ ബ്ലഷ് നല്ലോണം ഉണ്ടാവും വിചാരിച്ചു, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ യാ, നമുക്ക് ഇനി പോയി വീഡിയോസൊക്കെ എടുക്കാം. ഞാൻ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം, അപ്പുറത്തും വേണമെങ്കിൽ കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. പ്രോഡക്ട്സ് ഒക്കെ ഞാൻ അപ്പുറത്ത് സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ബൈ.